നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രേതഭവനങ്ങളും ബംഗ്ലാവുകളും ഹോസ്പിറ്റലുകളും എന്തിനേറെ പറയുന്നു റോഡിന് വലിയൊരു വളവുണ്ടെങ്കിൽ അവിടെ വരെ പ്രേതമുണ്ട് എന്നൊരു കഥ പ്രചാരത്തിലുണ്ട്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ കുൽധാരയും അതിനോട് ചേർന്ന 83 ഗ്രാമപ്രദേശങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് പ്രേത ഗ്രാമമായി മാറിയതിന്റെ കഥ വെറുമൊരു കഥയല്ല, നടന്ന സംഭവമാണ്. രാജസ്ഥാനിലെ ജയ്സൽമർ ഡിസ്ട്രിക്റ്റിലാണ് കുൽധാര ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ അതിന്റെ സകല സമൃദ്ധിയോടും കൂടി ഈ ഗ്രാമം നിലനിന്നിരുന്നു. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 1825-ൽ 1500ഓളം വരുന്ന ഗ്രാമവാസികൾ തങ്ങളുടെ 400ഓളം വരുന്ന വീടുകൾ ഉപേക്ഷിച്ച് ഒറ്റ രാത്രി കൊണ്ട് എങ്ങോട്ടോ പലായനം ചെയ്തു. ഇൻഡസ്ട്രിയൽ സിറ്റി എന്നറിയപ്പെടുന്ന ജോധ്പൂരിൽ നിന്നും പലായനം ചെയ്തു വന്ന പാലി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു കുൽധാരയിൽ ഉണ്ടായിരുന്നത്. ഇവർ പിന്നീട് പാലിവാൾ ബ്രാഹ്മിൺസ് എന്ന് അറിയപ്പെടുകയായിരുന്നു. പ്രശസ്ത ഹിസ്റ്റോറിയനായിരുന്ന ലക്ഷ്മി ചന്ദ് 1899-ൽ തവാരേഖ് ഐ ജയ്സൽമർ എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി. ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ജോധ്പൂരിൽ നിന്നും പലായനം ചെയ്തു വന്ന കഥൻ എന്നൊരു ബ്രാഹ്മണനാണ് ഈ ഗ്രാമം നിർമ്മിച്ചത്. പിന്നീട് അദ്ദേഹം കൂടുതൽ ബന്ധുജനങ്ങളെയും ആളുകളെയും ഇവിടേക്ക് കൊണ്ടുവരികയും ഈ ഗ്രാമം വലിയൊരു ഗ്രാമപ്രദേശമായി മാറുകയുമായിരുന്നു. ജലസേചന ആവശ്യത്തിനായി ഉദൻസർ എന്നൊരു കുളവും കഥൻ ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രധാന വരുമാന മാർഗം കൃഷിയായിരുന്നു. വീറ്റ്, ഗ്രാം, ജോവർ തുടങ്ങിയവയായിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് പുറമെ കളിമൺ പാത്ര നിർമ്മാണവും പശു വളർത്തലുമെല്ലാം പ്രധാന വരുമാന മാർഗങ്ങൾ തന്നെയായിരുന്നു. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ചേർന്ന് കൂടുതൽ കിണറുകളും കുളങ്ങളും നിർമ്മിക്കുകയും റോഡുകൾ നിർമ്മിക്കുകയും ക്രിമേഷൻ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുകയും അമ്പലങ്ങൾ പണിയുകയും ചെയ്തു. അങ്ങനെ കുൽധാരയും അതിനോട് ചേർന്ന് 83 ഗ്രാമപ്രദേശങ്ങളും ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. കുൽധാര ഗ്രാമത്തെ അതിന്റെ സകല ഫലഭൂഷ്ഠതയിലും നിലനിർത്തിയിരുന്നത് കക്കനി നദിയുടെ 2 കൈവഴികളായിരുന്നു. എന്നാൽ കക്കനി നദിയിൽ വെള്ളം കുറയുന്ന സമയത്ത് അവിടുത്തെ മുഴുവൻ ആളുകളും ആശ്രയിച്ചിരുന്നത് അവർ തന്നെ നിർമ്മിച്ച കുളങ്ങളെയോ കിണറുകളെയോ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ കുൽധാര ഗ്രാമം വറ്റി വരണ്ടുപോയി. അവിടുത്തെ മുഴുവൻ ആളുകളും എങ്ങോട്ടോ അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ അവരെല്ലാം എങ്ങോട്ടോ പലായനം ചെയ്തു. ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് കുൽധാര ഗ്രാമം ഇല്ലാതായി പോയതിന് ചരിത്രത്തിൽ 3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാരണമായി പറയുന്നത് കക്കിനി പുഴയുടെ വരൾച്ചയെക്കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ കക്കനി നദി വറ്റി വരളുകയും അവർ ഉപയോഗിച്ചിരുന്ന കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം പൂർണ്ണമായും വറ്റി വരളുകയും ചെയ്തപ്പോൾ ആളുകൾ മറ്റൊരു പ്രദേശം തേടിപ്പോയതായിരിക്കാം എന്നാണ്. എന്നാൽ രാജസ്ഥാനിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ എർത്തുകേക്ക് കാരണം അവിടുത്തെ മുഴുവൻ ബിൽഡിങ്ങുകൾക്കും നാശനഷ്ടം സംഭവിക്കുകയും ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതുമായിരിക്കാം എന്നാണ്. എന്നാൽ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന കാരണം മറ്റൊന്നാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാന്റെ തലസ്ഥാനമായിരുന്നു ജയ്സൽമർ. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു സലീം സിംഗ്. അദ്ദേഹം ഒരു ലെജൻഡ് ആയിരുന്നെങ്കിലും ഒരു നല്ല മനുഷ്യനായിരുന്നില്ല. പകയും പ്രതികാരവും ഉള്ളിൽ വെച്ച് നടക്കുന്ന ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. എന്തിനേറെ പറയുന്നു, അന്നത്തെ രാജാവായിരുന്ന വിനയ് സിംഗിന്റെ കൊട്ടാരത്തിനേക്കാൾ ഉയരത്തിലാണ് സലീം സിംഗ് തന്റെ മണിമാളിക കെട്ടിപ്പൊക്കിയത്. സലീം സിംഗ് ഹവേലി എന്നാണ് അത് ഇന്ന് അറിയപ്പെടുന്നത്. പകയും പ്രതികാരവും ഉള്ളതുപോലെ തന്നെ ഏത് സ്ത്രീയെ കണ്ടാലും സ്വന്തമാക്കണമെന്ന ഒരു ആഗ്രഹവും സലീം സിംഗിന് ഉണ്ടായിരുന്നു. അത് അവരുടെ സമ്മതമില്ലെങ്കിലും ആ സ്ത്രീയെ സ്വന്തമാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ തന്റെ അധികാര പരിധിയിൽ വരുന്ന ജയ്സൽമറിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സലീം സിംഗും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും യാത്ര ചെയ്യാനിടയായി. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ വളരെ സമൃദ്ധിയോടും ഫലഭൂഷ്ഠതയോടും ഭംഗിയോടും കൂടി നിലനിൽക്കുന്ന കുൽധാര ഗ്രാമത്തിലും എത്തി. കുൽധാരയിലെ പാലിവാൾ ബ്രാഹ്മൺസിന് സലീം സിംഗിനെ കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ പ്രധാനമന്ത്രി കൂടിയായിരുന്ന സലീം സിംഗിനെ അവർക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആതിഥ്യ മര്യാദകളും പാലിച്ചുകൊണ്ട് സലീം സിംഗിനെ അവർ സ്വീകരിച്ചു. തങ്ങളുടെ ആചാരപ്രകാരം വിഭവസമൃദ്ധമായ വിരുന്ന് തന്നെ നൽകി. മുഴുവൻ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് നൃത്തനൃത്യങ്ങളും ആട്ടും പാട്ടവുമായി സലീം സിംഗിനെ വരവേറ്റു. ഗ്രാമത്തലവന്റെ നിർദ്ദേശാനുസരണം എല്ലാവരും സലീം സിംഗിനെ അനുസരിച്ചു. കാരണം പ്രധാനമന്ത്രി കൂടിയായിരുന്ന സലീം സിംഗിനെ എന്ത് തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനും നിമിഷ നേരം മതിയെന്ന് ഗ്രാമത്തലവൻ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ സലീം സിംഗിനെ എല്ലാവരും യാത്രയാക്കാൻ പോവുകയാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി സലീം സിംഗ് തന്റെ ഒരു ആഗ്രഹം ഗ്രാമത്തലവനോട് പറയുന്നു. ഗ്രാമത്തലവന്റെ സുന്ദരിയായ പ്രായപൂർത്തിയാകാത്ത മകളെ തനിക്ക് വിവാഹം ചെയ്ത് നൽകണം, ഇല്ലെങ്കിൽ
കുൽധാര ഗ്രാമം ഇപ്പോൾ ഖജനാവിലേക്ക് അടയ്ക്കുന്ന ടാക്സ് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു. ഗ്രാമത്തലവൻ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചുവെങ്കിലും സലീം സിംഗിന്റെ ആഗ്രഹം നടപ്പിലാക്കി തരാമെന്നും തന്റെ മകളെ പിറ്റേ ദിവസം രാവിലെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാമെന്നുമുള്ള ഉറപ്പിന്മേൽ സലീം സിംഗും അനുയായികളും തിരിച്ച് അയാളുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ ഗ്രാമത്തലവനും ഗ്രാമവാസികളും ആശങ്കപ്പെട്ടു. കാരണം തന്റെ പ്രായപൂർത്തിയാവാത്ത മകളെ സലീം സിംഗിന് വിവാഹം ചെയ്തു നൽകാൻ ഒരിക്കലും ഗ്രാമത്തലവന് സമ്മതമായിരുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ സലീം സിംഗ് കുൽധാരയിലെ മുഴുവൻ ആളുകളെയും മനസമാധാനമായി ജീവിക്കാൻ സമ്മതിക്കുകയുമില്ല. അങ്ങനെ എല്ലാവരും കൂടി അന്തിമമായ ഒരു തീരുമാനത്തിലെത്തി. കുൽധാര ഗ്രാമം ഉപേക്ഷിച്ച് മറ്റെവിടേക്കെങ്കിലും പോവുക. അങ്ങനെ കുൽധാരയും അതിനോട് ചേർന്ന 83 ഗ്രാമപ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളും അന്ന് രാത്രി തന്നെ അവിടം വിട്ട് പലായനം ചെയ്തു. പക്ഷെ പോകുന്നതിന് മുന്നേ പാലിവാൾ ബ്രാഹ്മിൺസ് ഒന്നടങ്കം കുൽധാരയെ ശപിച്ചു. ഇവിടം ഇനി മുതൽ ജനവാസയോഗ്യമല്ലാതാവണം. കുൽധാര ഇന്ന് രാജസ്ഥാനിലെ സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. കഴിഞ്ഞ 200 വർഷമായി പാലിവാൾ ബ്രാഹ്മിൺസിന്റെ ശാപം പോലെ തന്നെ ഒരാൾക്ക് പോലും ഒരൊറ്റ രാത്രി പോലും കുൽധാരയിൽ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുൽധാര സന്ദർശിച്ച പലർക്കും പല വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു തണുത്ത കാറ്റായി, ഒരു തണുത്ത സ്പർശനമായി, ചെവിയിലൊരു മൂളലായി, പല വിചിത്ര ശബ്ദങ്ങളും പല വിചിത്രമായ രൂപങ്ങളും മിന്നിമറയുന്നത് കണ്ടിട്ടുണ്ടത്രേ. ഒരു കാലത്ത് തന്റെ സകല പ്രൗഢിയോടും കൂടി നിലനിന്നിരുന്ന കുൽധാര ഇന്ന് വെറും ഒരു ശവപ്പറമ്പ് പോലെ പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരിടമായി മാറി. 2 നൂറ്റാണ്ടുകൾക്കിപ്പുറവും പാലിവാൾ ബ്രാഹ്മിൺസിന്റെ ശാപം കുൽധാരയ്ക്ക് മേൽ ഒരു പരുന്തിനെ പോലെ വട്ടമിട്ട് പറക്കുകയാണ്.